സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങളുടെ നയരൂപീകരണ ചുമതല ശശി തരൂരിനെ ഏൽപ്പിക്കുന്നു എന്നൊരു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ഒരു സുപ്രധാനമായ തീരുമാനമെടുക്കുന്നു. നിയമസഭയിൽ സർക്കാരിനെതിരായ കടന്നാക്രമണത്തിന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒന്നിച്ചാകും നേതൃത്വം നൽകുക. കേരളത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കാനുള്ള AICCയുടെ കർമ്മ പദ്ധതിയിലാണ് നിർണായക തീരുമാനം. ഇടത് സർക്കാരിന്റെ ഭരണപരാജയം തുറന്നുകാട്ടാൻ സഭയ്ക്കകത്തും പുറത്തും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്താനാണ് KPCC നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇടത് സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ തുറന്നു കാട്ടുന്നതിനും യുവാക്കൾ, കന്നി വോട്ടർമാർ, മതസാമൂഹിക സംഘടനകൾ തുടങ്ങിയവരുമായി ഇടപെടുന്നതിനും ബഹുമുഖ കർമ്മ പദ്ധതിയാകും AICC നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ KPCC നടപ്പിലാക്കുക. ഒരേ സമയം LDF സർക്കാരിന്റെ വ്യവസായ, തൊഴിൽ, സാമ്പത്തിക മേഖലകളിലെ നുണപ്രചരണങ്ങൾ തുറന്നുകാട്ടിയും കോൺഗ്രസിന്റെ നിക്ഷേപ, തൊഴിൽ അനുകൂല നിലപാടുകൾ ഉയർത്തിക്കാട്ടിയുമുള്ള പ്രചാരണത്തിന് ശശി തരൂർ MP നേതൃത്വം നൽകും. ഈ രംഗങ്ങളിലെ പാർട്ടിയുടെ നയരൂപീകരണത്തിലും തരൂർ സജീവമാകും. തരൂരിന്റെ നിലപാടുകൾ ഉയർത്തിക്കാണിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കാൻ ശ്രമിച്ച ഇടതു മുന്നണിക്കുള്ള മറുപടി കൂടിയാകും ശശി തരൂരിന്റെ പുതിയ ദൗത്യം. LDF സർക്കാരിന്റെ സാമ്പത്തിക ദുർവിനിയോഗം, ഭരണകൂട ധാർഷ്ട്യം, നയപരാജയങ്ങൾ എന്നിവ തുറന്നു കാട്ടിക്കൊണ്ട് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും നിയമസഭയിൽ ഏകോപിത ആക്രമണത്തിന് നേതൃത്വം നൽകും. സുപ്രധാന വിഷയങ്ങളിൽ മറ്റ് മുതിർന്ന അംഗങ്ങളുടെ ഇടപെടലും ഉറപ്പുവരുത്തും. സഭയ്ക്കുള്ളിൽ പൊതുജനങ്ങളുടെ ആശങ്കകൾ നേരിട്ടുന്നയിക്കാൻ നിയമനിർമ്മാണ അവസരങ്ങളും പരമാവധി ഉപയോഗിക്കും. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് KPCC പ്രസിഡന്റ് K. സുധാകരൻ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, മുതിർന്ന നേതാക്കൾ എന്നിവരുമായി വസതികളിലെത്തി കൂടിക്കാഴ്ച നടത്തും. പ്രധാന തീരുമാനങ്ങളിലും അടിത്തട്ടിൽ പാർട്ടിയെ ചലിപ്പിക്കുന്നതിനും മുൻ അധ്യക്ഷന്മാർ അടക്കമുള്ളവരുടെ നേതൃപരിചയം ഉപയോഗപ്പെടുത്തും. പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ബൂത്ത്, മണ്ഡലം കമ്മിറ്റികളുടെ പ്രവർത്തനവും ഊർജ്ജസ്വലമാക്കും. ഡിജിറ്റൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ട്രെൻഡ് സെറ്റിംഗ് എന്ന ആശയവും നടപ്പിലാക്കും. യുവാക്കളെയും നവ വോട്ടർമാരെയും ലക്ഷ്യമാക്കിയുള്ള സമൂഹ മാധ്യമ ക്യാമ്പയിനുകൾ സജീവമാക്കാനും യുവ നേതാക്കൾക്ക് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് TG സജിത്ത് ചേരുന്നു. സജിത്ത്, കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഊർജം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഊർജം ഉണ്ടാക്കുന്ന തരത്തിലൊക്കെയാണ് ഈ വാർത്ത ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ പ്രശ്നം, തരൂരിന് പുറത്ത് നല്ല ജനപ്രീതിയാണ്, പക്ഷെ പാർട്ടിക്കകത്തായിരുന്നു തരൂരിനോട് പ്രശ്നമുള്ള ആളുകൾ കൂടുതലുണ്ടായിരുന്നു. തരൂർ കേരളത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ ഒറ്റക്കെട്ടായി പല നേതാക്കളുടെയും പ്രതികരണം നമ്മൾ കണ്ടതാണ്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തരൂർ ആഗ്രഹിക്കുന്നത് പോലെ, തരൂരിന് ഇവിടെ ഒരു റോൾ വേണമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു റോളിലേക്ക് തരൂർ എത്തുകയാണോ? അത് ഒരു സ്വാഭാവികമായി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും മയപ്പെട്ട വിമർശനങ്ങൾ നടത്തുന്ന ഒരാളാണ് തരൂർ. അത് CPM-നെതിരെ വിമർശനം നടത്തുമ്പോൾ പോലും അദ്ദേഹത്തിന് അതിലൊരു ഡിപ്ലോമസി ഉണ്ട്. അദ്ദേഹത്തിന്റെ ഡിപ്ലോമസി വെച്ച് അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ ഈ കേരളത്തിലെ CPM-നെതിരായ പ്രതിരോധം? ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ ഡാൻ കുര്യന്റെ റിപ്പോർട്ടിൽ പറയുന്ന ഈ പുതിയ കോൺഗ്രസിന്റെ നീക്കം, അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരത്തെ കേരള നേതാക്കളുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഉരുത്തിരിഞ്ഞ ഒരു പുതിയ നയതന്ത്രമായിരിക്കാം. കാരണം ഇടതുപക്ഷം തരൂരിനെ ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം തരൂര് സർക്കാർ അനുകൂല നിലപാടെടുത്തോടുകൂടി തരൂരിന്റെ പ്രസ്താവന ശരി എന്ന തരത്തിൽ അവർ വരുന്നുണ്ട്. അതേ തരൂർ തന്നെ സർക്കാർ വിമർശനം നടത്തിയാൽ അത് കൂടുതൽ ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. അതെങ്കിൽ അത് സർക്കാരിനെതിരായ ശക്തമായ നീക്കമാവും. ഇതാവാം ഒരു പക്ഷേ കോൺഗ്രസ് ഇത്തരമൊരു തന്ത്രം സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനം. ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ കൂടുതൽ ചടുലമായ, കൂടുതൽ ശക്തമായ വാക്കുകൾക്ക് ഉപയോഗിച്ചുകൊണ്ട് തരൂരിന് എത്ര കണ്ട് സർക്കാരിനെ ആക്രമിക്കാൻ കഴിയും എന്നത് സംശയകരമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അല്ലാതെ. പക്ഷേ അതല്ല രാഷ്ട്രീയം. മറിച്ച് കൃത്യമായ ചില വസ്തുതകൾ നിരത്തി അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിനെതിരെ രംഗത്തെത്തുക, അതിൽ ശശി തരൂരിൻ്റെ ഒരു ശൈലി ഉപയോഗപ്പെടുത്തുക, ഒരു തരൂർ രീതി അത് സർക്കാരിനെതിരെ മാറ്റിവിടുക, അതായിരിക്കാം ഒരു പക്ഷേ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അങ്ങനെയെങ്കിൽ അത് നല്ല തന്ത്രം തന്നെയാണ്. കാരണം അത് സർക്കാരിനെതിരെ അത് ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയും. കാരണം തരൂരിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന പരാതിയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരേ രീതിയിൽ തന്നെ രണ്ട് രീതിയിൽ ഈ പ്രശ്നപരിഹാരം ഒരു പക്ഷേ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. ഒന്ന്, കോൺഗ്രസിനകത്തുണ്ടാകുന്ന തരൂരിന് പരിഗണന കിട്ടുന്നില്ല എന്ന പുതിയ വിവാദവും വിഷയങ്ങളിലും തരൂരിനെ പരിഗണിച്ചുകൊണ്ട്
ഒരു പുതിയ ഫോർമുല ഉണ്ടാകുന്നു. അതേസമയം തരൂരിൻ്റെ വിശ്വസനീയത, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി അത് സർക്കാരിനെതിരെ തിരിച്ചുവിടുക എന്ന മറുതന്ത്രം, ഇത് രണ്ടുമാവും ആലോചിക്കുന്നത്. എന്തായാലും മികച്ചൊരു തന്ത്രം എന്ന രീതിയിൽ കാണാം. ഒപ്പം തന്നെ ഈ നേതാക്കൾക്കിടയിൽ ഒരു കൂടിയാലോചന വേണം. അത് നിയമസഭയ്ക്കകത്തായാലും സാങ്കേതികമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെങ്കിൽ കൂടിയും രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യവും സാഹചര്യവും അദ്ദേഹത്തിൻ്റെ കഴിവുമൊക്കെ പ്രയോജനപ്പെടുത്തി നീങ്ങുക എന്ന ഒരു നീക്കം കൂടി കോൺഗ്രസ് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. സർക്കാരിൻ്റെ അവസാന കാലത്ത് കോൺഗ്രസ് കൂടുതൽ ശക്തമായി സർക്കാരിനെതിരെ രംഗത്തെത്തുന്നു എന്നതാവാം ഈ തന്ത്രങ്ങളുടെ അടിസ്ഥാനം. കഴിഞ്ഞ ദിവസം നമ്മൾ നിയമസഭയിൽ കണ്ടതാണ്, മുഖ്യമന്ത്രി തന്നെ ഈ ചെന്നിത്തലയെയും വി ഡി സതീശനും ഇടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ, സതീശൻ വളരെ മിടുക്കനാണ്, സതീശൻ വളരെ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നു, ചെന്നിത്തല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വം ഇവർക്കിടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുക എന്നത് എക്കാലത്തും ഈ ഒരു ഇത്തവണത്തെ സർക്കാർ വന്ന ശേഷം നമ്മൾ എപ്പോഴും പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവർ രണ്ടുപേരും ഒന്നിച്ച് നിയമസഭയ്ക്കകത്ത് പ്രതിരോധം തീർക്കണമെന്നൊരു ഒരു നിലപാട് AICC എടുത്താൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിലുള്ള പ്രശ്നങ്ങളിൽ എത്രത്തോളം ആദ്യത്തെ ഒരു ഘട്ടം, ആദ്യത്തെ ഒരു തിരിച്ചടി നേരിടുക എന്നതിലേക്ക് എത്തും? ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിപക്ഷ ചേരിയിൽ, പ്രതിപക്ഷ നേതൃനിരയിൽ തർക്കമുണ്ട്, അവിടെ മുഖ്യമന്ത്രി തർക്കമുണ്ട് എന്നത് പൊതുവിഷയമായി ഉയർത്തുന്നത് ഇടത് കേന്ദ്രങ്ങളാണ്, മുഖ്യമായും ഉയർത്തിക്കാട്ടുന്നുണ്ട്. അത് സ്വാഭാവികമായും പ്രതിപക്ഷ നീക്കങ്ങളുടെ മുനയൊടിക്കുക എന്നൊരു തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. നിയമസഭയിലും ശ്രീജ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും അതൊന്നുകൂടി ചർച്ചയാക്കാൻ സർക്കാർ ഇനിയുള്ള ദിവസങ്ങളിലും ശ്രമിക്കും. അതിൽ തങ്ങൾ വീണു പോകരുത് എന്നൊരു ജാഗ്രത കാട്ടൽ കൂടിയാവാം കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കാരണം കോൺഗ്രസിൽ പൊതുവിൽ ഒരു ഐക്യ സന്ദേശം പൊതുവിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നേതാക്കൾ മുൻനിരയിൽ നിന്നാൽ അത് സർക്കാരിനെ പീഡിച്ചിടുക എന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നതാവാം കോൺഗ്രസിൻ്റെ കണക്കൂട്ടൽ. കാരണം കോൺഗ്രസിൽ മുമ്പില്ലാത്ത തരത്തിലുള്ള ഒരു ഐക്യ രൂപീകരണ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അല്പം കൂടി യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കൂടുതൽ ചടുലമായ വേഗതയുള്ള നീക്കങ്ങളൊക്കെ കോൺഗ്രസിൽ ഉണ്ടാവുന്നുണ്ട്. ഇതിന് ഉദാഹരണമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത് കർണാടകയിലെ രാഷ്ട്രീയ സാഹചര്യമാണ്. കാരണം കർണാടകയിൽ BJPയുടെ സർക്കാരിനെ താഴെ ഇറക്കാൻ കോൺഗ്രസ് അവിടെ ഈ നേതൃതലത്തിലെ തർക്കം ഒഴിവാക്കിക്കൊണ്ട് DK ശിവകുമാറും സിദ്ധരാമയ്യ ടീമും ഇരുവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ആരാവണം മുഖ്യമന്ത്രി എന്നൊരു തർക്കം പോലും ഉണ്ടാവാത്ത തരത്തിൽ വിഷയങ്ങളെ കൈകാര്യം ചെയ്തു. സമാനമായ രീതിയിലേക്ക് ഇത് വരട്ടെ എന്നതാണ്. അവിടെയാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ഡൽഹി ചർച്ചയിൽ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനമല്ല, മറിച്ച് ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ദൗത്യമാണ് തനിക്കുള്ളത്, അത് താൻ നിർവഹിക്കുമെന്ന പ്രഖ്യാപനമൊക്കെ നടത്തിയത്. എന്തായാലും പുറമേക്കെങ്കിലും, ഉള്ളിൽ തർക്കമുണ്ടാവാം, പക്ഷേ പുറമേക്കെങ്കിലും അതില്ല എന്ന് വരുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് വേണം കോൺഗ്രസിൻ്റെ നീക്കങ്ങളെ കാണാം. എന്തായാലും തർക്കങ്ങളൊക്കെ പരിഹരിച്ച് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകും മുൻപ് പാർട്ടിയെ ശക്തമായി തന്നെ കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് AICC ആവിഷ്കരിക്കുന്നത്. അതിന്റെ ഭാഗമായി രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ, അല്ലെങ്കിൽ CPM-നെതിരായ രാഷ്ട്രീയ ആക്രമണത്തിന് നേതൃത്വം പുറത്തു കൊടുക്കാൻ തരൂരിനെയും നിയമസഭയ്ക്കകത്ത് ആ ദൗത്യം ചെന്നിത്തലയെയും സതീശനെയും ഒന്നിച്ചേൽപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അതിൽ തരൂരിന്റെ പരാതികൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. ഒപ്പം ഐക്യമില്ല എന്നൊരു പ്രതീതിയിൽ നിന്ന് അത് ഐക്യത്തിന്റെ സന്ദേശം കൂടി നൽകുന്ന തരത്തിലാണ്. ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടത്. ആ സമയത്ത് തന്നെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ന് മുഖ്യമന്ത്രി ദേശാഭിമാനിയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണ് എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് ആ ലേഖനത്തിലുള്ളത്. ഇല്ലാത്ത ശക്തിയുണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ചു. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാവുമോ എന്നൊക്കെ മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം.